കോഴിക്കോട് തൊഴിൽ തേടിയെത്തിയ അസം യുവതിയെ നിർബന്ധിച്ച് നിക്കാഹ് കഴിപ്പിക്കാൻ ശ്രമിച്ചതായി പരാതി. നിക്കാഹിന്റെ പേരിൽ ലൈംഗികാതിക്രമത്തിന് ശ്രമിച്ചെന്നും വിദേശത്തേക്ക് കടത്താൻ പദ്ധതിയിട്ടെന്നും യുവതിയുടെ വെളിപ്പെടുത്തൽ. അതിക്രമം പ്രതിരോധിച്ചപ്പോൾ കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയെന്നും യുവതി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കോഴിക്കോട് പുതുപ്പാടി വേനക്കാവിൽ താമസിക്കുന്ന തൊഴിൽ തേടിയെത്തിയ അസം സ്വദേശികളുടെ കുടുംബമാണ് പരാതിയുമായി രംഗത്ത് വന്നത്. ഇവർ ജോലി ചെയ്യുന്ന ഫാമിന്റെ ഉടമകൾക്കെതിരെ നിർബന്ധിച്ച് നിക്കാഹ് കഴിപ്പിച്ചുവെന്നാണ് പരാതി. താമരശ്ശേരി സ്വദേശി അബ്ബാസ്, മാനിപ്പുരം സ്വദേശി സഫീർ ബാബു എന്നിവർക്കെതിരെ തിരുവമ്പാടി പോലീസിലാണ് പരാതി നൽകിയത്. യുവതിയുടെ സമ്മതമില്ലാതെയാണ് നിക്കാഹ് നടത്തിയത്. വിവാഹം കഴിഞ്ഞെന്ന് പറഞ്ഞ് അബ്ബാസ് ലൈംഗികാതിക്രമത്തിന് ശ്രമിച്ചപ്പോൾ മുറിയിൽ നിന്നും താൻ ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് യുവതി പറയുന്നു. अब्बास के रूम में गया और हमने बोला कि ये तो अब्बास का रूम है, तो हमारा काम किधर है, को काम में लेके जाऊंगी ऐसे बोल के 28 को अब्बास आया. अब्बास के साथ और एक लोग आया. ऐसे बोल के मैंने कहा कैसे शादी हो गई, मेरा इजाज़त के बगैर मेरा शादी कैसे हो जाए, मैं कोई पेपर में साइन नहीं किया, कुछ भी नहीं बोला, मेरा शादी कैसे हो जाती है. ऐसे बोल के हमारे इधर ऐसे ही रिवाज है, ऐसे ही शादी हो जाता है. मैंने कुछ भी नहीं बोला. मैंने बाद में बहुत रोया. रो के बाद में वो बाबू है ना, बाबू ऐसे चला गया. बाद में मुझे बुलाया ही ना, दरवाजा खोलो, मैंने खोला. ഫാമിലെ ജോലിക്കായി എത്തിയ താൻ കൂലി ചോദിച്ചപ്പോൾ മകളെ തരുമോ എന്നാണ് ഫാം ഉടമ ചോദിച്ചതെന്നും മകളെ അന്യനാട്ടിലേക്ക് അയക്കാനാണ് അവരുടെ ശ്രമമെന്നും യുവതിയുടെ പിതാവ്. बोलते हैं देगा देगा घुमा घुमा के 1 महीने के ऊपर में हो गया, हमारा हिसाब नहीं दे रहा है. वो एक बार बोला है तुम्हारा लड़की को उसको दे दो अच्छा होगा. हम बोलते नहीं, हमारा लड़की का अभी कोई बात नहीं, हमें आसाम जाएगा, देश जाएगा, बाद में क्या होगा नहीं देखेगा. बाद में वो हिसाब नहीं दिया है. एक दिन वो बोला के ले गए, काम है. പരാതി നൽകിയതോടെ താമസ സ്ഥലം ഒഴിഞ്ഞുകൊടുക്കാൻ ഫാം ഉടമകൾ ആവശ്യപ്പെട്ടതായും കുടുംബം ആരോപിക്കുന്നു. അതേസമയം ജോലിയുടെ കൂലി ലഭിക്കാതെ എങ്ങോട്ട് പോകുമെന്ന ആശങ്കയിലാണ് കുടുംബം. ന്യൂസ് മലയാളം, കോഴിക്കോട്.